ഞാൻ സിന്ധു സതീശൻ. മലയാള സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ കമ്മികളുടെയും ജിഹാദികളുടെയും സൈബർ ആക്രമണം നേരിടുന്ന ഒരു സിനിമാ നടനാണ് ഉണ്ണി മുകുന്ദൻ. മട്ടാഞ്ചേരി മാഫിയയുടെ മുന്നിൽ നട്ടെല്ല് വളയ്ക്കാൻ താല്പര്യമില്ല എന്ന് ആത്മാഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു സ്വാഭിമാൻ ഹിന്ദുവും ഇതേ നടനാണ് ഉണ്ണി മുകുന്ദൻ. കമ്മികൾക്കും ജിഹാദികൾക്കും പൊരുതി തോൽപ്പിക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തെ സമൂഹത്തിലെ അഴുക്ക പെണ്ണുങ്ങളെ ചേർത്ത് പീഡനമെന്ന പരാതി ആരോപിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്യും. മലയാള സിനിമാ മേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കിടയിലും ഇത്തരത്തിലുള്ള ഒരു വിരോധാഭാസം നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. ഇത്തരത്തിലുള്ള പീഡന കേസിൽ ആദ്യം ഇരയായിട്ടുള്ളത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. പിന്നെ MLA എൽദോ, അത് കഴിഞ്ഞ് PC ജോർജ്, അതും കഴിഞ്ഞ് ഉണ്ണി മുകുന്ദൻ, ഏറ്റവും ഒടുവിലത്തെ ഇരയായിരുന്നു സുരേഷ് ഗോപി. നാം ഈ വാർത്തകളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലായ്പ്പോഴും. ഭാഗ്യമെന്ന് പറയട്ടെ, കമ്മ്യൂണിസത്തിൻ്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യാത്തവരായതുകൊണ്ട് ഇവരാരും തന്നെ ഈ സ്ത്രീ പീഡന കേസിൽ പ്രതികളായില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ജിഹാദികളും വിരിച്ച വലയിൽ ഇവരാരും തന്നെ വീണിട്ടുമില്ല. ഉണ്ണി മുകുന്ദൻ്റെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും മട്ടാഞ്ചേരി മാഫിയയ്ക്കും അതിലെ ചാവേറുകൾക്കും നന്നായി പൊള്ളുന്നുണ്ട്. ഈ മട്ടാഞ്ചേരി മാഫിയയുടെയും അതുപോലെ തന്നെ ജിഹാദികളുടെയും കമ്മികളുടെയും കൊങ്ങുകളുടെയും ഒക്കെ എതിർപ്പുകളും സൈബർ ആക്രമണവും തന്നെയാണ് ഉണ്ണി മുകുന്ദന് എന്നും വളമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം ഇവരൊക്കെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുന്നേ ട്രെയിനിൽ കയറി കേരളത്തിലേക്ക് വന്ന് സിനിമയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയായിരുന്നു ഉണ്ണി മുകുന്ദൻ. ആരുടെ സഹായമില്ലാതെ, വക്കാലത്തില്ലാതെ സ്വപ്രയത്നത്താൽ വളർന്നു വന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ മട്ടാഞ്ചേരി മാഫിയകളുടെ എച്ചിൽ നക്കികൾ കുറച്ചാലൊന്നും അദ്ദേഹത്തിന്റെ പ്രഭാവത്തിനോ വ്യക്തിത്വത്തിനോ ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. പിന്നെയല്ലേ ഇന്നലെ കഞ്ചാവിൽ കിളിർത്ത ഷെയ്ൻ നിഗം. പരസ്പര ബഹുമാനം കൊടുക്കുക വാങ്ങുക എന്നത് കുടുംബ പാരമ്പര്യമാണ്, അല്ലെങ്കിൽ താതൻ വഴി അല്ലെങ്കിൽ തായ് വഴി കിട്ടേണ്ടുന്ന പാരമ്പര്യമാണ്. നല്ലത് ചൊല്ലിക്കൊടുക്കാൻ രക്ഷിതാക്കളും ഗുരുക്കന്മാരും ഇല്ലെങ്കിൽ ഇതുപോലെ കിട്ടുന്ന സ്ഥലം മറ്റുള്ളവരെ ആക്ഷേപിക്കാനുള്ള അവസരമായി എടുക്കും. കുറച്ചു നാൾ മുമ്പാണ് സിനിമാ ലൊക്കേഷനിൽ വെച്ച് കഞ്ചാവടിച്ച് അപമര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞ് നിർമ്മാതാക്കൾ ഷെയ്ൻ നിഗത്തെ വിലക്കിയത്. അമ്മയും വിലക്കിയിരുന്നു. സിനിമാ ലൊക്കേഷനിൽ സ്ഥിരം പ്രശ്നക്കാരനായ ഷെയ്ൻ നിഗത്തെ നിലക്ക് നിർത്താൻ ഷെയ്ൻ നിഗത്തിന്റെ അമ്മ തന്നെ ലൊക്കേഷനിലേക്ക് വരേണ്ടി വന്നു. ലൊക്കേഷൻ ടു ലൊക്കേഷൻ. സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ വർക്ക് എല്ലാവരും ചെയ്യുന്നതാണ്. അതിലൊരു പ്രത്യേകതയുമില്ല, ഒരു അതിശയോക്തിയുമില്ല. എന്നാൽ സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ എന്ന സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറ്റൊരു നടനെയും ആ നടന്റെ നിർമ്മാണ കമ്പനിയെയും ആക്ഷേപിക്കുന്നത്, അപമാനിക്കുന്നത് മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ്. UMF അഥവാ ഉണ്ണി മുകുന്ദൻ ഫിലിം എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. ഇതാണ് 2-3 സ്ത്രീകൾക്ക് മുമ്പിലിരുന്ന് ഒരു ലജ്ജയുമില്ലാതെ ഷെയ്ൻ നിഗം ഉംഫി എന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദനെയും അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയെയും ആക്ഷേപിച്ചത്. അല്ല, ഈ സ്ത്രീകൾ വെറും അടിമകളാണ്, അല്ലെങ്കിൽ അവർ വെറും ഉപഭോഗ വസ്തുക്കളാണ് എന്ന് വിശ്വസിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിലെ സംസ്കാരം തലയിൽ പേറി നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ, ഇങ്ങനെയൊക്കെ പെരുമാറും. അല്ലെങ്കിൽ ഇവന്മാരിൽ നിന്ന്, ഇത്തരത്തിലുള്ള മുസ്ലിം ജിഹാദികളിൽ നിന്ന് ഇത്രയൊക്കെ നാം പ്രതീക്ഷിക്കാം. കുറച്ച് കാലങ്ങളിൽ രാഷ്ട്രീയ മേഖലയിലായാലും സിനിമാ മേഖലയിലായാലും മറ്റു പൊതു ഇടങ്ങളിലായാലും ഹിന്ദുവിനെയും ഹിന്ദുവിൻ്റെ വിശ്വാസത്തെയും ആചാരങ്ങളെയും അവഹേളിക്കുന്നതാണ് മതേതരത്വം എന്ന് വിശ്വസിക്കുന്നു. ഹിന്ദുവിനെയും ഹിന്ദുവിൻ്റെ വിശ്വാസത്തെയും ആചാരങ്ങളെയും അവഹേളിക്കുന്നവനെ മതേതരത്വത്തിൻ്റെ പ്രബുദ്ധതയുടെ മകുടോദാഹരണമായി മലയാളികൾ പേര് നടക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയിൽ ഏറെ നാളായി പ്രവർത്തിച്ചു വരുന്നു. നാളിന്നേ വരേക്കും അദ്ദേഹം ആരെയും വ്യക്തിപരമായോ മതപരമായോ രാഷ്ട്രീയപരമായോ വർണ്ണപരമായോ ആരെയും ആക്ഷേപിച്ചതായി നമ്മൾ കേട്ടേയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടേയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടേയില്ല. അത് അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം, സംസ്കാരം. എന്നാൽ മലയാള സിനിമയിൽ ഇന്ന് വരെ ഇല്ലാത്ത സൈബർ ആക്രമണമാണ് ഉണ്ണി മുകുന്ദൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനായിരിക്കും അദ്ദേഹം ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്നത്? എന്തായിരിക്കും ഈ സൈബർ ആക്രമണം തൊടുത്തുവിടുന്നവരുടെ ഉദ്ദേശം? ഞാൻ ഭാരതീയനാണ്, ഞാൻ എൻ്റെ ദേശീയതയിൽ ഇഷ്ടപ്പെടുന്നു
ഇതൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കുമോ മട്ടാഞ്ചേരി മാഫിയയ്ക്കും ജിഹാദികൾക്കും കമ്മികൾക്കും ഒക്കെ കുരുപൊട്ടുന്നത്? താൻ ഹിന്ദുവാണെന്നും ഞാൻ എൻ്റെ ആചാരത്തിലും വിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കുന്നുവെന്നും ഉറക്കി വിളിച്ചു പറയുന്നതാണോ ഉണ്ണി മുകുന്ദൻ ചെയ്യുന്ന തെറ്റ്? അല്ലെങ്കിൽ ഒരു സിനിമയിൽ മാത്രമല്ല, ഇനി 10 സിനിമയിൽ കുറി തൊട്ടിട്ട് അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. മറ്റുള്ളവരുടെ സൈബർ ആക്രമണമോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ താൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് തൻ്റെ അടുത്തോടെ പറഞ്ഞതാണോ ഉണ്ണി മുകുന്ദൻ ചെയ്ത തെറ്റ്? ഷെയ്ൻ നിഗം പറഞ്ഞ ആക്ഷേപം, അതായത് ഊഫി എന്ന് പറഞ്ഞ ആക്ഷേപം പ്രബുദ്ധ മലയാളികൾ തള്ളിക്കളയുമത്രേ. പ്രബുദ്ധ മലയാളികൾ നല്ലതിനെ സ്വീകരിക്കുകയും വേണ്ടാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ദിലീപിൻ്റെയും നാദിർഷയുടെയും കലാഭമാണിയുടെയും അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ്റെയും ഒക്കെ കൂടെ അരങ്ങിലേക്ക് വന്ന തൻ്റെ ബാപ്പ, അതായത് അബി, അമ്പലപ്പറമ്പിലെ അരങ്ങിൽ മാത്രം ഒതുങ്ങി നിന്നത്. മറ്റു നടന്മാരെല്ലാം കേരളത്തിൽ പ്രശസ്തി ആർജിച്ചപ്പോൾ മുൻനിരയിലേക്ക് വന്നപ്പോൾ അബി മാത്രമാണ് പാത്തുവിൻ്റെ വേഷം കെട്ടി ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നത്. ഇതൊക്കെ സ്വന്തം കയ്യിലിരിപ്പിൻ്റെ ഗുണമാണ്. അല്ല, അങ്ങനെയെങ്കിൽ ആ ഗുണം തായ്വേരിൽ കൂടി അതിൻ്റെ ഫലത്തിനും ഉണ്ടാകേണ്ടതല്ലേ? ഉണ്ടാകും. അതുതന്നെയാണ് ഇപ്പോൾ ഷൈൻ നിഗം പൊതുവേദിയിലിരുന്ന് 2-3 സ്ത്രീകളുടെ മുന്നിൽ വെച്ച് ഊഫി എന്ന വാക്ക് പദപ്രയോഗം ഉപയോഗിച്ചത്. വിഷച്ചെടിയിൽ ഉണ്ടാകുന്ന ഫലം വിഷം തന്നെയായിരിക്കും. അതെത്രയായാലും അങ്ങനെ തന്നെയാണ്. എന്തായാലും മതാടിസ്ഥാനത്തിലുള്ള സിനിമാ കൊട്ടകയിലെ പ്രോത്സാഹനത്തിൻ്റെ ആരവം മതാടിസ്ഥാനത്തിൽ തന്നെ ഇനി ഉയർന്നു വരട്ടെ. സിനിമാ തിയേറ്ററിനുള്ളിൽ കയ്യടിക്ക് പകരം ബോലോ തക്ബീർ മുഴങ്ങട്ടെ, ജയ് ശ്രീറാം മുഴങ്ങട്ടെ, ആമീൻ മുഴങ്ങട്ടെ. അങ്ങനെ ഓരോ മതസ്ഥരും സ്വന്തം മതത്തെ ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ മതേതരത്വം പൂത്തുലയട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ജയ് ഹിന്ദ്.